ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ്. അത് നല്ല നാടൻ ബീഫ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 കിലോ ബീഫ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലോട്ട് ഇടാം. വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു കുടം വെളുത്തുള്ളി, ഒരു 5 പച്ചമുളകും കൂടി ചതച്ച് വെച്ചതാണ്. ഇതിൽ നിന്ന് പകുതി നമുക്ക് ഇതിലോട്ടിടാം. ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, പാകത്തിന് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും വെച്ച് കൈ വെച്ച് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്ത് ഒരു 1/2 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോരുത്തരും ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് ഞാനൊരു 4 വിസിൽ വരുന്നവരെ വേവിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നോക്കാം. ബീഫ് 4 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ബീഫ് വെന്തിട്ടുണ്ട്. ഇതിൽ നമുക്കിനി ഒരു 2 ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കാനുണ്ട്. അതും കൂടി ഇട്ട് ഒരു വിസിൽ കൂടി വെച്ചാൽ കറക്റ്റ് വേവാകും. പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉള്ളിയാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ഒരു 250 ഗ്രാം ഉള്ളി എടുത്തിട്ടുണ്ട്. 1.5 കിലോ ബീഫിന് 230 ഗ്രാം ഉള്ളി ചെറുതായി വരുന്നത് നല്ലോണം വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ നിറം വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉള്ളിയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയൊന്ന് പൊടികളൊക്കെ ഒന്ന് മൂക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇടാം. നല്ലോണം പൊടികളൊക്കെ മൂത്ത മണം വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി മുറിച്ചത് ചേർത്ത് നന്നായിട്ട് ഉടയുന്ന വരെ വഴറ്റാം. പൊടികളും തക്കാളിയും എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ആവാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലോണം വേവുന്ന വരെ വെയിറ്റ് ചെയ്യും. അതുകൊണ്ട് തക്കാളിയെല്ലാം നല്ലോണം ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചാൽ ബീഫും ഉരുളക്കിഴങ്ങും കൂടി ഇടാം. യോജിപ്പിച്ച് കൊടുത്ത് ബീഫിലായിട്ട് മസാല പിടിക്കുന്ന വരെ നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കും. നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റ് ചെയ്തിട്ട് കാണാം. ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നല്ല ലൈക്കും കമൻറ്റും തരണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൊണ്ട് അമർത്തി ഓളെന്ന ഓപ്ഷൻ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.